അപ്പോൾ നമുക്ക് ഹരിമുരളിയുടെ ഒന്ന് പിടിക്കാം. ഈ ശ്രുതി ഇല്ലാത്തതുകൊണ്ടുള്ളൊരു കുഴപ്പം എനിക്കുണ്ട്. കാരണം ശ്രുതി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് മൈൻഡിലേക്ക് എനിക്ക് ഇങ്ങനെ പാടുന്നതിലൊരു പ്രശ്നം ഉണ്ടാവും. എന്നാലും ഹരിമുരളീരവം ഹരിതവൃന്ദാവനം പ്രണയസുധാമയമോഹനഗാനം ഹരിമുരളീരവം 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 ഹരിമുരളീരവം. ശ്രുതി ഇങ്ങനെ താഴ്ന്നു പോവാണ് ഈ ഭയങ്കര ഗംഭീരായി. താഴെ ആയതുകൊണ്ട്. ഇനി നമ്മൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം കൂടി അല്ലേ ഒന്ന് പ്രേക്ഷകർ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം. ഇന്ന് മകരവിളക്കാണ്. അപ്പോൾ കണ്ണൂർ ഷെരീഫ് മകരവിളക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പാട്ട് പാടും നമുക്ക്. തീർച്ചയായും ഞാൻ അതില് ഒരു കൗതുകമുണ്ട് ഡോക്ടർ അരുൺ. അതായത് ആദ്യമായിട്ട് പാടിയ സിനിമയെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ. ആദ്യത്തെ സിനിമ അതിൽ അഫ്സൽ യൂസഫിന്റെ സംഗീതം അല്ലേ, അതില് ജയവിജയന്മാരിലെ ജയൻ മാഷിനൊപ്പം. അപ്പോൾ ഗോഡ് ഫോർ സെയിലിലെ ആ പാട്ട് പാടിയാണ് തുടക്കം. അയ്യപ്പ ഭക്തിഗാനം പാടിയാണ് സിനിമയിലേക്ക് വരുന്നത്. അതെ അതെ. നീലക്കാടിനു മുകളിലെ നീലിമലയുടെ നെറുകയിൽ നിത്യതാപസനെ നീ എന്നയ്യനയ്യപ്പൻ. പഴമൊഴികൾ ചൊല്ലിയ കഥയിലെ ഹരിഹരനു നൽകിയ സുഹൃതമേ സ്വാമി. സ്വാമി നീലക്കാടിനു മുകളിലെ നീലിമലയുടെ നെറുകയിൽ നിത്യതാപസനെ നീ എന്നയ്യനയ്യപ്പൻ. ഷെരീഫിന്റെ വിളി കേട്ട അയ്യപ്പനിങ്ങ് ഇറങ്ങിപ്പോരും. ആ ഫീലാണ്. ഈ നമ്മൾ പറയാറുണ്ടല്ലോ, ശബരിമലയിൽ അയ്യപ്പൻ ഉറങ്ങണമെങ്കിൽ യേശുദാസിന്റെ പാട്ട് കേൾക്കണം അല്ലേ. ഷെരീഫിനെ പോലുള്ളവരുടെ പാട്ടും കൂടി കേൾക്കുക എന്നുള്ളത് വലിയൊരു അനുഭവമാണ്. ഈ ഹരിവരാസനം പക്ഷെ അവിടെ യേശുദാസിന്റെ പാട്ടല്ല ഇടുന്നത്. അല്ല അതവിടെ നിന്ന് അല്ല, അവിടെ നിന്ന് ആളുകൾ അവിടുത്തെ ആ തന്ത്രിമാർ മുഴുവനുണ്ടല്ലോ, അതെ, അവര് ഞാൻ നടക്കകത്ത് കയറിയുന്നത് കേട്ടിട്ടുണ്ട്. തന്ത്രിമാർ മുഴുവൻ ഇറങ്ങി നിന്ന് അവിടെ നിന്നിട്ട് അവരാണ് ഹരിവരാസനം പാടുന്നത്. ഹരിവരാസനം പാടി ശ്രീകോവിലിനകത്ത് ഹരിവരാസനം പാടി അവരാണ്. പുറത്ത് ഹരിവരാസനം ഇടും, യേശുദാസിന്റെ ഹരിവരാസനം ഇടും. ഹരിവരാസനാണ് കേൾക്കുക. അപ്പോൾ നമുക്കൊരു